ദാ ഞാനൊരു വീഡിയോ ഇടുക ഞങ്ങളുടെ അമ്പലത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അല്ല. ഞാൻ നേരത്തെ ഇത് വീഡിയോ ചെയ്തതാണ്. ഇപ്പം വീണ്ടും ഒരു വീഡിയോ എടുക്കുക ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്താ ഞാൻ നേരത്തെ കാണിച്ച ഞങ്ങളുടെ കുടുംബ വീട് പൊളിച്ചുകൊണ്ടിരിക്കുക. ഇതാ കണ്ടോ, ഇത് ഇത്രയും ഭാഗം ഇവിടെ നിൽക്കുന്നത് മീറ്റർ എടുത്ത് വെച്ചില്ല. അപ്പം അത് ഇച്ചിരിയുടെ പൈസ എല്ലാം കൊടുത്തിവിടെ താമസമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ബാക്കി പൊളിച്ച് വരുമ്പോഴത്തേക്ക് അത് റെഡിയാകും. അപ്പോൾ ഇത് ഞങ്ങളുടെ കുടുംബ വീടാണ്. ആ വീട് ഇത്രയും പൊളിച്ചെടുത്തോളം എല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി ഈ വീട് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഓർമ്മയിലും ഇങ്ങനെയുള്ള വീഡിയോയിലും മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ 42 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഇത് ഇപ്പം മാറുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അമ്പലം ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ അമ്പലവുമായിട്ട് വന്നപ്പോൾ ഇവിടെ അധികം സ്ഥലമില്ലല്ലോ, 4 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്. അതിനകത്താണ് ഞങ്ങളുടെ അമ്മയും അച്ഛനും 4 മക്കളും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവരും അങ്ങോട്ട് 4 പേരും 4 സ്ഥാനത്തോട്ട് മാറിയപ്പം അമ്മയും അച്ഛനും മരിച്ച്. പിന്നെ ഒരാളിവിടെ താമസം ഉണ്ടായിരുന്നു. ആ ആൾ മരിച്ചു പോയി. 3ാമത്തെ ആളാണ്. അപ്പം അവൻ്റെ ഭാര്യയ്ക്ക് വേറെ വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുതുതായിട്ട് വാങ്ങിച്ച് അതിലാണ് വീട് വെച്ചിപ്പം മാറിയത്. അപ്പോൾ ഇവിടെ ഇനിയും താമസിക്കാൻ പറ്റത്തില്ലെന്ന് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി ഈ അമ്പലവും ഞങ്ങളുടെ അമ്പലവും ആയിട്ട് ഞങ്ങൾ ഇതിവിടെ മുന്നോട്ട് പോവുക. ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അറിയാതെയും കേൾക്കാതെയൊക്കെ കിടന്ന് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ച് അതിൻ്റെ പേരിൽ ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ കാരണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പം ഇതാ കാരണമെന്നറിഞ്ഞപ്പം ഞങ്ങളത് വേണ്ടുന്ന രീതിയിൽ ഞങ്ങളെ കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിനകത്ത് ആർക്കും എതിർപ്പോ കാര്യങ്ങളോ മറ്റോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങളും 3 ആണുങ്ങളേ ഉള്ളൂ. ഞങ്ങളെല്ലാം കൂടെ കൂടി അവരവരുടെ കഴിവനുസരിച്ചൊക്കെ ചെയ്ത് ഞങ്ങളിത് ഇവിടം വരെ കൊണ്ടെത്തിച്ച് ഇനിയും നവംബർ 2-ാം തീയതിയാണ് വാർഷികം വരുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഗുജറാത്തിലായിരുന്നല്ലോ. ഞങ്ങളിപ്പം വന്നിട്ട് 2 മാസമായി. ഞങ്ങളിപ്പം 15-ാം തീയതി കഴിഞ്ഞ് തിരിച്ചു പോകും. പോയിട്ട് ഞങ്ങൾ നവംബർ 2-ാം തീയതി വാർഷികത്തിന് വരും. ഒക്ടോബറിൽ വരും. ഞങ്ങൾ വന്നിട്ട് വാർഷികമൊക്കെ നടത്തിയിട്ട് പിന്നീട് പോകണം. അപ്പോൾ ഇത് കണ്ടോ, ഒരുപാട് ഇപ്പം ഇന്നലെയൊക്കെ ഇവിടെ നല്ല ജോലിയായിരുന്നു. പെര പൊളിച്ച സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടില്ല. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതെല്ലാം ഇനി റെഡിയാക്കി വെക്കണം. ഇതെല്ലാം ഇനി അടുക്കി പെറുക്കി എല്ലാം വെക്കണം. വെച്ചിട്ട് വേണം ഇനി ഞങ്ങൾക്ക് പോകാൻ. എല്ലാം ഒതുക്കിയിട്ട് പോകുന്നുള്ളൂ. ഇപ്പം തണ്ടേ ഈ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം നാളെ ഓരോരുത്തർ ആവശ്യക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് വേണം ഇതെല്ലാം ഇവിടെ വൃത്തിയാക്കാൻ. ഒരു മീറ്റർ മാറി വെക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാനാൽ എല്ലാവരും കൂടെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തീരുമാനമാണ്. അപ്പം ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ